ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറന്നു പോകരുത് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ചാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വെയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. മഴയാണെങ്കിൽ മഴ തന്നെ ആവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. മഴക്കാലമാകുമ്പോൾ മഴ തന്നെ. ഇനി അല്ല വെയിലറച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെയിൽ തന്നെ ആയിരിക്കണം, എന്നാലാണ് നമ്മൾ ആ ഒരു വൈബിലേക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ മഴയാണെങ്കിൽ ആ മഴേൻ്റെ ഒരു ഇതിലങ്ങനെ നമ്മൾ പോകുമല്ലോ. മുറ്റത്തെ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ അതിനായിട്ട് ആ രീതിയിലേക്ക് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ മഴ അല്ലാത്ത വെയിലായിട്ടുള്ള രീതിയിൽ അങ്ങനെ ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണൂലേ. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇടക്ക് മഴ, ഇടക്ക് ചാറൽ, ഇടക്ക് നല്ല വെയിലുള്ള ദിവസം, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു അച്ചാറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഏതച്ചാറാണെന്നറിയോ? നമ്മൾ സ്പെഷ്യൽ ഗ്രീൻ മാംഗോ പിക്കിളില്ലേ, നമ്മളെ പച്ച നിറത്തിലുള്ള നമ്മൾ മാങ്ങാച്ചാർ, അതാണ് കേട്ടോ. ഞാൻ എല്ലാ മാങ്ങ സീസണിലും ഇട്ട് വെക്കുന്ന ഒരു നിർബന്ധമായിട്ടും ഇട്ട് വെക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഞാനത് മറന്നു പോയാലും റഫീക്ക എന്നെ ഓർമ്മിപ്പിച്ച് അത് മാങ്ങയൊക്കെ പറിച്ച് തന്ന് സെറ്റാക്കും കേട്ടോ. സാധാരണ കുറേ ഉണ്ടാക്കി വെക്കാറുണ്ട്, വലിയ ഇങ്ങനെ കുപ്പീൻ്റെ ഭരണിയിൽ ആക്കിയിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ എൻ്റെ സമയക്കുറവ് മൂലം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മാങ്ങ തീർന്നു പോകുന്നതിന് മുമ്പ് കുറച്ചെന്തായാലും ഇട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റഫീഖാനെ കൊണ്ട് മാങ്ങയൊക്കെ പറിപ്പിച്ചതാണേ. അന്ന് ഞാൻ മാങ്ങ അച്ചാറിടാൻ വേണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, പക്ഷെ അതെനിക്ക് അച്ചാറിടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അത് കുറച്ചൊക്കെ നമ്മൾ തിന്നു തീർത്തു, പിന്നെ ആർക്കൊക്കെ കൊടുത്തു. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് ടൈമും കിട്ടിയില്ല. അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ഇതാ കുറച്ച് മാങ്ങയൊക്കെ ഒരു 4-5 മാങ്ങ എടുത്തപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണ്ടാവും. നല്ല വലിയ മാങ്ങയല്ല. അപ്പോൾ ഈ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിച്ച് ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് മുൻപ്. പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ മാങ്ങ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കും ഒക്കെ ചെയ്യുക. എരിവിനനുസരിച്ച് നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു സ്പെഷ്യൽ അച്ചാർ തന്നെയാണ് കേട്ടോ ഇത്. മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മളെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ അതില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫൈനായിട്ട് പൊടിച്ച പെപ്പർ പൗഡറല്ല, ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്തുള്ള പെപ്പർ പൗഡർ, അതിനാണ് ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക കേട്ടോ. നിങ്ങളിപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് പൊടിച്ചതില്ലെങ്കിൽ മുഴുവനെയുള്ള കുരുമുളക് ഒരു കണക്കാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഒന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ പിന്നെ ഇത് വെള്ളം ചേർക്കാതെ നിങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്. ആ വെള്ളം അതിൽ വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. അല്ല അങ്ങനെ അരിയുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളം നമ്മൾ അതിൽ നിന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം കേടുവന്ന് പോകുക, ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഇഞ്ചിയൊക്കെ ഇതാ ഒരു ചെറിയ പീസ്, 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയൊക്കെ മതി കേട്ടോ. കുറേയൊന്നും വേണ്ട, നമ്മൾ അരച്ചെടുക്കല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. പൊതുവേ ഞാൻ അങ്ങനെ മാങ്ങയിലേക്ക് അങ്ങനെ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വല്ലാണ്ട് ചേർത്ത് കൊടുക്കാറേ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഗ്രേവി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചു. ഞാൻ ആദ്യം എടുത്ത പാത്രം ഒന്നും മാറ്റിയിട്ടാണ് കുറച്ചൊരു വൈഡ് ഉള്ളതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലെണ്ണയായിട്ട് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഓയിലൊക്കെ എടുക്കുക. വെളിച്ചെണ്ണ ഓയിലിൽ അച്ചാറോ എന്നൊക്കെ വിചാരിക്കും. ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുറേ അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ തന്നെ എടുത്താൽ മതി. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളത് നല്ലെണ്ണ തന്നെയാണ്, അറിയാമല്ലോ. അപ്പോൾ എത്ര ഹെൽത്തി ആണെങ്കിലും ഇതൊന്നും ഓവർ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അച്ചാറാണെങ്കിലും നിങ്ങൾ ഓവർ കൂട്ടുകയും വേണ്ട.
ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. നമ്മളത് വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു വറവിൽ കുറച്ച് വേണം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റില്ല, അതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളം കുഴപ്പമില്ല, നമുക്കിതിൽ വറ്റിച്ചെടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കല്ലേ, എത്രയും കുറവ് ചേർത്ത് അരക്കാൻ പറ്റുന്ന അത്രയും അരച്ചെടുക്കുക. ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഭയങ്കര പേസ്റ്റായിട്ട് അങ്ങ് പോകണ്ട, മഷി പോലെ വേണ്ട. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വെള്ളം നമുക്ക് തിളച്ച് വറ്റി കുറുകി വരണം കേട്ടോ. എന്നിട്ട് മസാല ഒന്ന് ആ എണ്ണയിലൊന്ന് തെളിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ ഒരുപാട് നേരമൊന്നും വെക്കണ്ട, കുറച്ച് സമയങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ, ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കറിവേപ്പില പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്, അതിൻ്റെയാണ് ആ പച്ചക്കളറൊക്കെ കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നമ്മുടെ സാമ്പാർ കായം പൗഡറില്ലേ, കഷ്ണമാണെങ്കിൽ ആദ്യം നിങ്ങൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്തു. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക അത്ര തന്നെ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ബാക്കി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് ചേർത്ത് കൊടുക്കണമെന്ന്, അപ്പോൾ ഇതാ ഞാൻ തരിതരിപ്പോട് പൊടിച്ച് വെച്ച കുരുമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു കണക്കാക്കി 2-3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞ കുറച്ച് പച്ചമുളക് എടുക്കുക, പിന്നെ നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചിട്ട് അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാങ്ങയിലൊക്കെ പിടിക്കാനുള്ള എരിവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ഇതാ ഞാൻ ഒരു ബൗൾ മാങ്ങ അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ, കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഒരു 2-3 ടീസ്പൂണൊക്കെ പഞ്ചസാര, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. ചെറിയൊരു മധുരിപ്പ് ഇവിടെ ഇഷ്ടമാണ്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂണെങ്കിലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. മധുരിപ്പൊന്നും വരില്ല, പക്ഷേ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ അച്ചാർ കേടുകൂടാണ്ടിരിക്കാനും അത് നല്ലതാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ, നന്നായിട്ട് മിക്സാക്കി എടുത്തു ഞാൻ. കുറച്ച് ഉപ്പ് കുറവ്, അപ്പം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ അവസാനം ഒക്കെ നിങ്ങൾ ഒന്ന് പാകാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ആ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് വിനാഗിരിയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കല്ലേ, കാരണം മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ കുറച്ചുകൂടെ, അപ്പോൾ അത് ഒരുപാട് ലൂസായിട്ട് പോവും. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയില്ലേ ഇപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഈ അച്ചാർ എന്തായാലും നമുക്ക് അപ്പം തന്നെ കൂട്ടാൻ പറ്റുന്നൊരു പിക്കിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എല്ലാം ഒന്ന് പുളിയും ഉപ്പും എല്ലാം ഒന്ന് പാകാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ, നിങ്ങൾ അച്ചാറിലേക്ക് കോൺഫ്ലോറോ എന്ന് വിചാരിക്കേണ്ട, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ കേട്ടോ. ഞാൻ കോൺഫ്ലോർ ചേർത്താൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ചേർക്കണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, പക്ഷേ അപ്പം നിങ്ങൾക്ക് പുറത്ത് തന്നെ വെക്കാം, നിങ്ങൾ വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്താൽ. പക്ഷേ ഈ ഒരു ഗ്രേവി ഇല്ലേ, ഈ ഒരു ടൈപ്പ് ഗ്രേവി കിട്ടണമെങ്കിൽ ആ ഒരു 2 ടീസ്പൂൺ ഈ ഒരു അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനം കുറച്ച് ഉലുവ, കടുക് വറുത്ത് പൊടിച്ച് ഒരു 1/2 ടീസ്പൂൺ രണ്ടും എടുത്തിട്ട് വറുത്ത് പൊടിച്ചത് അതും കൂടെ തരിതരിപ്പോട് കൂടി പൊടിച്ച് കൊടുത്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കോൺഫ്ലോറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേ കുഴപ്പമൊന്നുമില്ല. ആ ഒരു അച്ചാർ തിളച്ചില്ലേ അവിടം വരെ മതി കേട്ടോ. എന്നിട്ട് ഭരണിയിലാക്കി നിങ്ങൾക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യുക. വിനാഗിരി മാത്രമല്ല നമ്മൾ ചേർത്തുള്ളൂ, പക്ഷേ കോൺഫ്ലോർ ചേർത്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു പാർട്ടിയിലൊക്കെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് ഒരുപാട് നമ്മൾ പുറത്ത് വെക്കണ്ട, ഒരു ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. നല്ല രസമുണ്ട് മഴയും. ഇത് നമ്മളില്ലേ പിറ്റേ ദിവസം രാവിലെ കണ്ണൂരിലേക്ക് പോവാണ് കേട്ടോ. റഫീഖക്ക് 1-2 ഡ്യൂട്ടി ആവശ്യമായിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അപ്പം ഞാനും വെറുതെ കയറി കൂടിയതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ, ചില സ്ഥലത്ത് വെയിലും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത്ര സമയമായിട്ട് നോക്ക്, നല്ല കാലാവസ്ഥ, വെയില.
അങ്ങനെ റഫീഖ വന്നിട്ടുള്ള കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, ക്യാൻറ്റീനിൽ അവിടെ ക്യാമ്പിൽ ഇവരെ പോലീസ് ക്യാൻറ്റീനിൽ അവിടെ നമുക്ക് ക്യാമ്പ് എന്തെങ്കിലും സാധനം നോക്കി നോക്കാം, ഇവിടെ ഉള്ളതിനേക്കാളും ചിലപ്പോൾ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡും ഒക്കെ എടുക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ രണ്ടാളും അത് മറന്നിട്ടുണ്ടായിരുന്നു, കവറ് കാര്യങ്ങൾ അതിനകത്തിപ്പം. പിന്നെ വണ്ടിയുണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുക, പക്ഷെ കാർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊന്ന് കയറി നോക്കിയതാ. പറഞ്ഞതുപോലെ തന്നെ നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പക്ഷേ കാർഡ് ഉണ്ടായിട്ടില്ല. പിന്നെ റഫീഖ ആരൊക്കെയോ അറിയുന്നവരുടെ കാർഡിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചെയ്തത്. കഴിഞ്ഞ തവണ നമുക്ക് നമ്മുടെ അവിടെ കൽപ്പറ്റ നമ്മുടെ അവിടുത്തെ ക്യാമ്പിൽ പോയ സമയത്ത് കുറേ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിചാരിച്ചതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ കണ്ണൂരിലെ ക്യാൻറ്റീൻ ശരിക്കും എനിക്കൊരു ഓർമ്മയാണ് കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തേക്ക് കൊണ്ടുപോകും. കാരണം റഫീക്ക് ഇവിടുന്ന് ആ ഒരു സമയത്ത് സാധനങ്ങൾ, കുറേ സാധനങ്ങളല്ല എന്നാലും അന്നൊന്നും എന്താ വാങ്ങേണ്ടത് അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ, നമുക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ചില സ്ക്രബ്ബർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നേ. പിന്നെ എന്താ പറയുക, പാൻറ്റീസ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരില്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ കണ്ടപ്പോൾ ആ ഒരു ഏജിലേക്ക്, ആ ഒരു വർഷത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ. അത് എന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞ് വന്ന് ആ ഒരു ടൈം ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ ഏത് അതൊന്നും നമുക്ക് അറിയില്ല. ആ ഒരു സമയത്ത് അവർ കൊണ്ടുതരുന്നു, നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ക്യാൻറ്റീനിലൊന്നും പോവാറില്ല. അതിന് ശേഷമൊക്കെയാണ് കേട്ടോ പിന്നെ അതൊക്കെ ഇവിടെയൊക്കെ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഭയങ്കര അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നുമല്ല. പിന്നെ അതെൻ്റെ എന്താ പറയുക, വാഷിംഗ് ലിക്വിഡ് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം എടുത്തു. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡൊന്നല്ല, പക്ഷേ നല്ലതാന്ന് പറഞ്ഞപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. നല്ല ഓഫറും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മൾ മിൽമ നെയ്യ് മാറ്റിയിട്ട് ഇളനാട് നെയ്യ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്തിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ പിന്നെ ഇതാ നമ്മളെ ഇനി മഴയൊക്കെയല്ലേ, അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്ക് അഴയിലൊക്കെ ഇടാൻ ആവശ്യം വരും. അപ്പം അങ്ങനെ അത് കണ്ടപ്പോൾ അതെടുത്തു കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ഓർമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവം കേട്ടോ. അല്ലേ ചക്കൻ്റെ ആണോ, ചക്കൻ്റെ ആണോ വയ്ക്കുക? ഇല്ല, ഫോണ് വണ്ടീൻ്റെ ഡിക്കിയിൽ സാധനത്തിൻ്റെ കൂടെ വെച്ചിട്ട് ഫോണ് തരുന്ന റഫീഖാനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് റഫീഖാൻ്റെ ഒരു ഫ്രണ്ട് മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് ചൊർക്കളയാണ്, അവിടെ ഉള്ളതൊക്കെ അറിയുന്നുണ്ടാവും. അവിടെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ആണ്. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ രാവിലെ ആട്ടോ, നാളെ രാവിലെ എന്ന് വെച്ചാൽ സുബൈക്ക് നമ്മൾ ഇവിടുന്ന് വിടും. അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. മഴ വരുന്നുണ്ട്. ഫോണൊന്നും എടുത്തേക്കോ, ഫോൺ കാണാൻ വന്നാ മറ്റേ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരിൽ വന്നിട്ട് ഫോൺ കാണുക. ന്യൂസ് എവിടെയും പോയില്ല, അവിടെ ഉണ്ടാവും. ഇല്ലേ ഇതൊക്കെ നാളെ സ്കൂളിലേക്ക് ബാഗ് കൊണ്ടോണോ സ്കൂളിലേക്ക്? കരയാണ്ട് പോവും? ഇഷ്ടാ? ആണോ? ഫ്രണ്ടിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഇസു ബേബിയോ? ആൺകുട്ടിയൊന്നല്ല, കമ്മലയച്ചോ? അങ്ങനെ നമ്മൾ കുറേ സമയം റെസ്റ്റ് എടുത്തു, ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം ഇവിടെ നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ട്, നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ, അവർ അങ്ങനെ അറിയുന്നതാ. അപ്പോൾ അവിടെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. നമ്മളവരെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് സമയം മുമ്പ് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതറിയാം, ഇടിയപ്പം ഉണക്കിയിട്ട് അത് ഇത് നമ്മളവിടെ റമലത്തേക്ക് ഉണ്ടാക്കും. അത്
ഉണക്കി വെച്ചിട്ട് പിന്നെ അതങ്ങനെ പൊടിച്ചിട്ടും കഴിക്കുമല്ലോ അല്ലേ? പിന്നെ പൊടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് അത് നീ കൊടുക്കുന്നില്ലേ? ജംസിന്റെ ബാക്കിയാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. സത്യം. ഇതെന്താ സംഭവം? എന്താ നോക്കിയാ? എന്താ നട്ട്സ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് പക്ഷേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇത് നമ്മളൊരു അരമണിക്കൂർ മണിക്കൂർ മുമ്പാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ അവരെന്തൊക്കെയോ ഫുഡാക്കിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യമുള്ള ഫുഡൊന്ന് വീഡിയോ എടുക്കും, അപ്പോൾ പിന്നെ അവർ വീണ്ടും കൊണ്ടുവെക്കും, വീണ്ടും കൊണ്ടുവെക്കും. അങ്ങനെ ടേബിൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഒന്നും കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചക്ക് റഫീഖ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബിരിയാണി ആട്ടോ നമുക്ക് കിട്ടിയത്. സാധാ ചോറ് കിട്ടിയില്ല. വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ അതാണ് കഴിച്ചത്. പക്ഷെ അത് തന്നെ നമുക്കൊരു ദഹിക്കാത്ത പോലെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട്, പിന്നെ യാത്രയല്ലേ, നല്ല ലോങ് യാത്രയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡിനോടൊരു ഉഷാറുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ കഴിച്ചു, അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൂരുകാരുടെ ഫുഡിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവർക്കും ആ ഒരു അങ്ങനെ കിട്ടൂല കേട്ടോ. ഇത് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അല്ല, അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു, ഗ്രാൻഡായിരുന്നു കേട്ടോ. ആ ഉമ്മയാട്ടോ എൻ്റെ സബ്സ്ക്രൈബർ. അപ്പോൾ അവരന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു അവരെ വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മൾ അന്ന് രാത്രി നമ്മൾ അവിടെ പോയി, അവിടെ സാറിൻ്റെ വീട്ടിൽ അവിടെയാണ് സ്റ്റേ ചെയ്തത്. പിന്നെ നമ്മളിത് രാവിലെ തിരിച്ചതാണ് കേട്ടോ. നമുക്ക് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. കാര്യം റഫീഖയ്ക്ക് അർജൻറ്റായിട്ട് കൽപ്പറ്റയിൽ ഒരു 3 മണിയാകുമ്പോഴത്തേക്കും എത്തണം എന്ന കാര്യമുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്ലാനിങ് ഒക്കെ അങ്ങ് മാറ്റി. നമ്മൾ കോഴിക്കോട് വഴിയാണ് പിന്നീട് വന്നത് കേട്ടോ. കാര്യം വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്. പക്ഷേ പിന്നെ നമുക്ക് പറ്റില്ല. ഞാൻ അതിലേക്ക് വരാം. ഇതില്ലേ നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോയില്ലേ, അപ്പോൾ അവർ തന്നു വിട്ടതാണ് കേട്ടോ. ഈ ഇടിയപ്പല്ലേ, നമ്മൾ നൂലപ്പം എന്ന് പറയും, അത് ഉണക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കൂലേ, ഒരു സംഭവം. ഇത് പൊരിച്ചതല്ല, ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മഴക്കാലത്തൊക്കെ അവിടെയൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവും കേട്ടോ. ഇവിടെയല്ല, എന്താ പറയുക, റമലത്തെയൊക്കെ ഒരു മഴ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. മഴ എന്നല്ല, വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇടിയപ്പം ഇങ്ങനെ ഉണക്കിയിട്ട് എടുത്തു വെക്കുന്നതാണ് കേട്ടോ. കുറേ നാൾ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഉണക്കിയിട്ട് എടുത്തു വെക്കുന്നതല്ലേ. പിന്നെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ പക്ഷെ കഴിച്ചിട്ടുണ്ട് 1-2 തവണ. അപ്പോൾ ഒന്ന് ഇങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് മസാല ഇട്ടിട്ടുള്ളതാണ്, ഒന്ന് പക്ഷേ പ്ലെയിൻ ആട്ടോ. അപ്പോൾ അത് ഞാൻ ആ പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ എത്തിയപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് റഫീഖയ്ക്ക് പെട്ടെന്ന് 3 മണിയാകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞില്ലേ കൽപ്പറ്റയിൽ. പക്ഷേ അതും പറ്റിയില്ല. നമ്മൾ കോഴിക്കോട് വഴി വന്നത് തിരൂർ പോയിട്ട് നമുക്ക് ബാബുവിനെ കുട്ടികളെയും കാണണം. അങ്ങനെ ബാബു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് കുറച്ച് മീനെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ
പിന്നെ നമ്മൾ ഏകദേശം കോഴിക്കോട് എത്തുന്നതിന് മുമ്പാണ് ഇങ്ങനെ അർജൻറ്റായിട്ട് വരണം എന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ അങ്ങോട്ടേക്ക് തിരൂർ പോയില്ല, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു. പക്ഷേ ചുരത്തിൽ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ മേലെ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിട്ട്, നല്ല ബ്ലോക്ക് ഉണ്ടായി. എന്തോ ലോറി എന്തോ കുടുങ്ങിയിട്ട്, മണ്ണ് ഇടിഞ്ഞിട്ട് ലോറി എന്തോ കുടുങ്ങിയിട്ടില്ല ആ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവ് ചെയ്യണാക്കാൻ അത് പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 5 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരത്തേക്കുള്ളൊരു ചായക്ക് ഉള്ളൊരു പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ യാത്രയിൽ ഭയങ്കരമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ച് അവിടെ ചെയ്തതാണ് കേട്ടോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇതാ നമുക്ക് അവർ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു മസാല ഇട്ടിട്ട് ഉണക്കിയതില്ലേ, അതാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അതാണെങ്കിലും ഇതാണെങ്കിലും ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം. പക്ഷേ റമലത്തെയൊക്കെ ഇത് ഈ രീതിയിലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞാനാക്കിയിട്ടെടുക്കുന്നത്. എല്ലാം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ. നമ്മൾ ഈ തടുക്കപ്പാനില്ലേ ചെറുത്, അത് വെച്ചതാട്ടോ കാര്യം. അതാകുമ്പോൾ പിന്നെ കുറേ ഓയിൽ ഒഴിക്കേണ്ട, ഇങ്ങനെ മുങ്ങി കിടക്കുന്ന ആ ഒരു പ്രശ്നം വരില്ലല്ലോ. ഇതാകുമ്പോൾ കുറച്ച് ഓയിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ച്. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാ സംഭവങ്ങളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് തേങ്ങ വേണം, തേങ്ങയും പഞ്ചസാരയും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറുക്കിയത് എൻ്റെ ഫ്രീസറിൽ വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയെടുത്തു. നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കൊതി വന്നാൽ, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് സംഭവമല്ലേ, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഐറ്റം അല്ലല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുമല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകി തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അതിനെ ഈ ആവശ്യത്തിലുള്ള പഞ്ചസാര തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഒന്നിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കറുകറാന്നായിട്ട് പൊടിഞ്ഞോളൂ കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കുക. നമുക്കൊരു മിക്സ്ചർ പോലെ കഴിക്കാൻ വേണ്ടി പറ്റുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്തില്ലേ നല്ല ആ ഒരു ക്രിസ്പി, ആ ഒരു ക്രഞ്ചി ഫീൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ ചെറിയൊരു മധുരവും ആ ഒരു തേങ്ങയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലാണ്ടും ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല രസമാണേ. ഇവരെ വീടില്ലേ, നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ പോയില്ലേ ഇത് തന്നവരെ, അവരെ വീട് വരുന്നത് ചപ്പാരപ്പടവാണ് കേട്ടോ. എനിക്ക് ആ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പേര് മറന്നുപോയി. അതാണ് ഞാൻ ആ സമയത്ത് പറയാണ്ടിരുന്നത്. ചപ്പാരപ്പടവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ അവർ റിലേറ്റീവ്സൊക്കെ അവിടെ അടുത്തടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം പെട്ടെന്നല്ലേ. അപ്പോൾ അവരുടെ മരുമോളും ഉമ്മയും ഉപ്പയും മോനൊക്കെ ആയിട്ട് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെന്ന സമയത്ത്. മോളെ വീട് കുറച്ച് അടുത്ത് തന്നെയാണ്, പക്ഷെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്നുള്ള പോക്കല്ലേ, മുൻകൂട്ടി പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവരവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് വിളിച്ചിട്ടേ ഉള്ളൂ നമ്മൾ. അങ്ങനെ നമ്മൾ ചായക്ക് കുടിച്ചു. കട്ടൻ ചായക്കാട്ടോ അത് കോമ്പിനേഷനായിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. പാലൊഴിച്ച ചായനേക്കാളും കട്ടൻ ചായയും അതും കൂട്ടി നമ്മൾ ചായയൊക്കെ കുടിച്ചു. അടിപൊളി, മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിച്ച സാധനം ഒന്ന് കയ്യോടെ എടുത്ത് വെക്കട്ടെ. ഇത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ കവറൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, പക്ഷെ അവർ ഒരു കാർഡ്ബോർഡും പെട്ടിയിലൊക്കെ ആക്കിയിട്ട് സാധനം തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും അല്ല, പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ സോപ്പ്, കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ക്യാമ്പ് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വാങ്ങിക്കാനുണ്ടായിട്ടില്ല. പിന്നെ വിം ബാറിൽ, പിന്നെ വിമ്മ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണെങ്കിലും ഞാൻ വിമ്മ് തന്നെ കേട്ടോ അതിനെ പറയാം. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതില്ലേ, ഈ സ്പാച്ചിൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളെ ഇപ്പം എൻ്റെ വലത്തെ കയ്യിലില്ലേ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നേ. 97 രൂപ അങ്ങനെ എന്താണ് നമുക്ക് ഇവിടെ വരുന്നത്. അതൊക്കെ റേറ്റേ മറ്റേതിനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വേഗം അതിൻ്റെ വേറൊന്നും കൂടെ കണ്ടപ്പോൾ അത് എടുത്തതാണ് കേട്ടോ. നല്ലതാണ്, നമുക്ക് ചോറൊക്കെ ബിരിയാണിക്ക് ഇങ്ങനെ ഇളക്കാനും
ബിരിയാണി ഞാൻ ഉദ്ദേശിച്ചത് ചോറൊക്കെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കില്ല, അതിങ്ങനെ ഉടഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വേറെയുള്ള റൈസ് കട്ടറിനേക്കാളും. അപ്പോൾ ഞാനത് കണ്ട പാടെ ചാടി വീണ് അതെടുത്തു. പിന്നെ ഈ സ്ക്രബ്ബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ, അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ ബാത്റൂമിലെ സ്ക്രബ്ബർ അതായിരുന്നു കേട്ടോ. റഫീക്ക് അത് ക്യാമ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചതായിരുന്നു. അത് ഞാൻ ആ സമയത്ത് ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാമച്ചത്തിൻ്റെ അറിയാമായിരിക്കും എല്ലാവർക്കും. പക്ഷെ എനിക്കൊരു നൊസ്റ്റാൾജി അടിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ആ ഒരു ഓർമ്മ വരുമല്ലോ നമ്മൾ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ അത് പിന്നെ നല്ലതുമല്ലേ, രാമച്ചല്ലേ, അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഇതാ ബോഡി വാഷ്, അതുപോലെ തന്നെ നമ്മളെ ബാത്റൂം ക്ലീനർ, ഫ്ലോർ ക്ലീനർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കോംബോ ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ തീരാനായതൊക്കെ ഒന്ന് വാങ്ങി. പിന്നെ ഇത് രണ്ടും ടോയ്ലറ്റ് ബ്രഷാണ് കേട്ടോ. അത് എൻ്റെ ഒരു ടോയ്ലറ്റിൽ മാറ്റാനായിട്ടുണ്ട്, അപ്പോൾ ഒരു 2 എടുത്തതാണ് കേട്ടോ. എക്സ്ട്രാ ഒന്നും കൂടെ എടുത്തതാണ്. അതിങ്ങനെ അതിൻ്റെ ആ ഒരു ബ്രഷിൻ്റെ സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാവില്ല ഇങ്ങനെ നമ്മൾ ക്ലോസറ്റൊക്കെ ഉരക്കുന്ന സമയത്ത്. അപ്പോൾ അത് നല്ല തന്നെ വേണം കേട്ടോ, നല്ല സ്ട്രോങ് ഉള്ള തന്നെ വേണം, എന്നാലാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഉരച്ച് കഴുകുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുക അല്ലേ. പിന്നെ ഇതില്ലേ, ഇത് അടിപൊളിയാണ്, ഈ ദിനേഷിൻ്റെ കോക്കനട്ട് മിൽക്ക് കേട്ടോ. ഇത് ഞാനൊരു ബ്രാൻഡിൻ്റെ ഒന്നും പറയല്ല, എനിക്കിതാണ് കിട്ടിയിട്ടുള്ളത്. ഇത് 250 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നത് കേട്ടോ. തേങ്ങാപ്പാലാണേ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ തന്നെ നമുക്ക് പുറത്ത് വെക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഡോറിൻ്റെ അവിടെ വെക്കുകയാണ് കേട്ടോ ചെയ്യാം. നല്ലതാട്ടോ, പെട്ടെന്നുള്ള നമ്മളെ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇത് ഞാൻ ഇവിടെ നിന്നും വാങ്ങാറുണ്ട്. ഇവിടുന്ന് സാധാ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങാറുണ്ട്. നിങ്ങൾക്ക് സാധാ ഹോൾസെയിൽ ഷോപ്പ് കിട്ടും. ഇത് ക്യാമ്പിൽ മാത്രമൊന്നുമല്ല, ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് ക്യാമ്പിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. പിന്നെ ആ ഗ്രീൻ അച്ചാർ, നമ്മൾ മാംഗോ അച്ചാർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെസിപ്പി കാണുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.